അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമാക്കപ്പെട്ട ഈ റമദാനിൽ നാം എല്ലാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പടച്ചറബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ധാരാളം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ലഹരി എന്ന മഹാവിപത്ത്, ലഹരി അല്ലെങ്കിൽ മദ്യം തുടങ്ങിയ അത്തരം പല പേരുകളും ഒരുപാട് തവണ കേട്ടവരായിരിക്കാം നാം ഓരോരുത്തരും. ഒരു ദിവസം രാവിലെ നമ്മൾ പത്രം തുറന്നു നോക്കിയാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? ലഹരിക്കടിമപ്പെട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗം മൂലം നാശനഷ്ടം സംഭവിക്കുന്ന, അല്ലെങ്കിൽ അത് കൈവശം വെച്ചത് മൂലം പോലീസ് പിടിക്കുന്ന ധാരാളം ആൾക്കാരുടെ ന്യൂസുകളും മറ്റും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റും. ലഹരി പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമൂഹത്തിൽ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പോയി ആധുനിക യുവത പ്രത്യേകിച്ചും ലഹരിക്ക് മാരകമായി അടിമപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും എന്ത് വേണം? ലഹരി വേണം. കുടിച്ചും കൂത്താടിയും ബന്ധപ്പെട്ടവർക്ക് കണ്ണീരായി മാറിയവർ, മദ്യപിച്ച് ലക്ക് കെട്ട് ഓവുചാലിൽ കിടന്ന് അധമനായി അന്തസ് കെട്ട് അഭിമാനം പോലും നഷ്ടപ്പെട്ട് വസ്ത്രം വരെ ഇല്ലാതെ ഓവുചാലിൽ കിടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും? ലഹരി മൂലം നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞോ പ്രിയപ്പെട്ടവരെ, മദ്യപിച്ച് ലഹരി നുണഞ്ഞ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചുകൊണ്ട് എത്ര ജീവനുകളാണ് ഇല്ലാതായി തീർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും മദ്യപിച്ച് വന്നിട്ട് തൻ്റെ സ്വന്തം മാതാവിനെ തലക്കടിച്ച് കൊല്ലുന്ന മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലഹരി ഉപയോഗം സമ്മാനിക്കണ കാര്യമാണ്. ലഹരി ഉപയോഗിച്ച് വന്നിട്ട് തൻ്റെ സ്വന്തം പിതാവിനെ കുത്തി മലർത്തുന്ന മക്കളെ, തൻ്റെ കൂടെ ജനിച്ച് തൻ്റെ കൂടെ എല്ലാത്തിനും തനിക്ക് കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സഹോദരന്മാരെ അരിഞ്ഞു വീഴ്ത്തുന്ന മക്കളെ, സഹോദരന്മാരെ ലഹരി നമുക്ക് നൽകുന്ന ബാക്കി പത്രങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കളെപ്പോലും ലഹരി ഉപയോഗം മൂലം തൻ്റെ സ്വന്തം മക്കളെപ്പോലും കാമവെറിയാൽ പിച്ച് ചീന്തുന്ന പിതാക്കളെ ആണ് പ്രിയപ്പെട്ടവരെ ലഹരി നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ എത്ര ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുണ്ടാണ് ദോഷത്രയെന്നറിയോ? അവരുടെ ലഹരി ഉപയോഗ നിമിത്തം കണ്ണിൻ്റെ കാഴ്ച പോവാണ്, വൃഷ്ണം പോലും മുരടിക്കുന്ന അവസ്ഥ.
അസ്ഥികൾ നുരുങ്ങുകയാണ്, കരളിൻ്റെ പ്രവർത്തനം നിലക്കുകയാണ്, മാരകമായ ക്യാൻസർ എന്ത് ചെയ്യാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുകയാണ്, ലിവർ സിറോസിസ് വരെയാണ് തുടങ്ങിയ അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ലഹരി ഉപയോഗം മൂലം ധാരാളം ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ലഹരി ഉപയോഗിക്കുന്ന മക്കളെ ഓർത്തിട്ട് എത്ര മാതാപിതാക്കളാണ് കണ്ണീര് വാർത്തണത് എന്നറിയോ. ഇതൊരു അനുഭവം ഉണ്ട്. ഒരു ഡീഡിക്സ് സെൻ്ററിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു ഉമ്മ പറയുന്ന വാക്കുണ്ട്, ഇവിടെ ഞങ്ങളെ മകൻ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വസ്ഥമായിട്ട് രാത്രി വീട്ടിൽ കടന്നുറങ്ങാലോ എന്ന്. ഇല്ലെങ്കിൽ 10-12 മണിയാണ് സമയത്ത് മകന് വന്ന് വീട്ടിലേക്ക് വീട്ടിൻ്റെ ഡോർ മുട്ടുന്ന സമയത്ത് എന്താണ് ആ ഉമ്മാക്ക് പേടിയാണ് വാതിൽ തുറന്നു കൊടുക്കാൻ. കാരണം മകന് വന്നിട്ട് എന്താ പറയാ, ആ രാത്രി 12 മണിക്ക് ഒരു പക്ഷേ കൂടെ കിടക്കുന്ന പിതാവ് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടാവും എന്ത്, മോനെ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണ്ടെന്ന്. എന്നാലും എന്ത് ചെയ്യും, 12-1 മണിക്കും മകൻ വന്ന് വാതിൽ മുട്ടുമ്പോഴെന്ത് ചെയ്യും, ആ അമ്മ പേടിച്ച് ഭയന്നിട്ട് എന്ത് ചെയ്യാണ് വാതിൽ തുറക്കാണ്. ആ ഒരു ഉമ്മ പറഞ്ഞ വാക്കാണ്, ഞങ്ങളെ മകനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വസ്ഥമായിട്ട് രാത്രി കടന്നുറങ്ങാൻ പറ്റുമോ. എത്ര ഭാര്യമാരാണ് പ്രിയപ്പെട്ടവരെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ പോലും അയൽപ്പക്കത്തേക്ക് പോകുന്നത്. എത്ര മക്കളാണ് തൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉപ്പ വീട്ടിലേക്ക് കടന്നു വരുന്ന വേളയിൽ പിതാവിൻ്റെ ഒക്കത്തിരുന്ന് പിതാവിന് സ്നേഹത്തിൻ്റെ ചുടുചുംബനം നൽകേണ്ട എത്ര മക്കളാണെന്ന് പിതാവ് വീട്ടിലേക്ക് വരുന്ന വേളയിൽ പോലും കട്ടിലിനടിയിലും മറ്റും പോയി ഓടി ഒളിക്കുന്നത്. ഒരു വ്യക്തി, അദ്ദേഹം ഡീഡിക്സ് സെൻ്ററിലും ന്യൂ ഹോപ്പ് മൗലാന ഹോസ്പിറ്റലിലെ കീഴിലെ ഡീഡിക്സ് സെൻ്ററിൽ ഒന്ന് അഡ്മിറ്റായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ മേലെന്ന് എന്ത് ചെയ്യാണ്, ഈ മക്കളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് താഴത്ത് കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ ഓഫീസിലേക്ക് വിളിക്കണം. ഇയാളെ കണ്ടതേ 2 ചെറിയ പെൺകുട്ടി, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി, 2 ചെറിയ മക്കൾ. ഒരാളൊരു പക്ഷെ 4 വയസ്സ്, മറ്റൊരാൾക്ക് 7 വയസ്സായിട്ടുണ്ടാവുള്ളൂ. 2 ചെറിയ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഇയാളങ്ങോട്ട് കണ്ടത് എന്ത് ചെയ്യണമെന്നറിയോ, ആ 2 മക്കൾ ഇങ്ങോട്ട് ഓടി ഒളിക്കണം അദ്ദേഹത്തിൽ നിന്ന്. കാരണം ഈ സ്ഥാപനത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ പിതാവിനെ കണ്ടത് എങ്ങനെയാണ്, മദ്യപിച്ചു വന്ന് തൻ്റെ സ്വന്തം മാതാവിനോട് കയർക്കുന്ന, തങ്ങളെ ആക്രമിക്കുന്ന ഒരു പിതാവായിട്ടാണ് ഇന്ന് പല മക്കളും മദ്യപിക്കുന്ന പിതാക്കളെ, ലഹരി ഉപയോഗിക്കുന്ന അത്തരം ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര മക്കളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പിതാവിൻ്റെ ലഹരി ഉപയോഗം മൂലം കണ്ണീർ വാഴ്ക്കുന്നത്. എത്ര ഭാര്യമാരാണ് പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുന്നത്, ദുരിതത്തിൻ്റെ കൈപ്പുനീര് അനുഭവിക്കുന്നത്. അങ്ങനെ എത്ര ആൾക്കാർ. എന്നാൽ ഇസ്ലാം സമൂഹത്തിൽ ഇങ്ങനെ ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ഉം പൊട്ടും തിരിയാത്ത വിദ്യാർത്ഥിനികൾ പോലും ലഹരിക്ക് അടിമപ്പെടുന്ന ഭീകരമായ കാഴ്ചകളാണ് ദിനേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് എന്തുണ്ട്, വലിയ മാഫിയകൾ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. സമൂഹത്തിൽ അങ്ങനെ എന്ത് ചെയ്യാണ്, ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം എല്ലാ ലഹരിയെയും പൂർണ്ണമായി നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, പ്രവാചകൻ നബി വസല്ലം പറയാണ്, സഹോദരങ്ങളെ, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതൊക്കെ എന്താണ്, അത് ഹറാമാണ്. അത് ചേര് മാറി, കോലം മാറി, പാത്രം മാറി, രൂപം മാറി വന്നാലും എന്താണ്, അതൊക്കെ ഹറാമാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ പൊതുവിൽ തന്നെ മദ്യപാനം മാത്രമേ തെറ്റുള്ളൂ എന്നാ. അല്ല, ഇന്നത്തെ കാലത്ത് പല മക്കളും മദ്യപാനത്തേക്കാൾ അവർ ഉപയോഗിക്കുന്നത് എന്താണ്, MDMA പോലെയുള്ള മാരക ലഹരികളാണ്. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ അല്ലാഹു കാക്കുമാറാകട്ടെ, നമ്മുടെ മക്കൾ പോലെ MDMA ഉപയോഗിക്കണമെന്നൊരു പിതാവിന് തിരിച്ചറിയാൻ പറ്റൂല. അതെങ്ങനെയെന്നറിയോ, ഒരു ചെറിയൊരു സാധനം ഉണ്ടാവുക. നമ്മൾ ഉപ്പിൻ്റെ കല്ല് കണ്ടിട്ടില്ല നിങ്ങൾ, പഞ്ചസാര മണി, അതിൻ്റെ ഒരു 5-6 സാധനം കൂട്ടി വെച്ചതാണ് ഒരു പാക്ക് MDMA എന്ന് പറഞ്ഞാൽ. അത് അവർ ഈ ബെൽറ്റിൻ്റെ ഇവിടെയാണ് അധികം ആൾക്കാർ ഒളിപ്പിച്ച് വെക്കുക. അതാകുമ്പോൾ ആരും കാണൂല. ഇത് ഉപയോഗിച്ചാൽ മണം ഉണ്ടാവില്ല. കള്ളുടിച്ചാൽ എന്ത് ചെയ്യും, ഓൻ്റെ മണത്തിൽ നിന്ന് നമുക്ക് അവനെ തിരിച്ചറിയാൻ പറ്റും. ഒരുത്തൻ കള്ളുടിച്ചാൽ അവനെ മണം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സിഗരറ്റ് വലിച്ചാൽ അതിനെ മണം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഒരാൾ MDMA ഉപയോഗിച്ചാലോ നമുക്ക് അത്ര പെട്ടെന്ന് അവനെ തിരിച്ചറിയാൻ കഴിയൂല. അത് കാണാനും കൂടിയും കഴിയൂല. ഒരു വെളുത്ത എന്താ പറയുക, പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പിൻ്റെ ഒക്കെ ചാക്ക്, കല്ലുപ്പിൻ്റെ ഒക്കെ കടുക്, ആ മണി പോലത്തെ സാധനമാണ്, ഒരു ക്രിസ്റ്റൽ സാധനമാണ് എന്ത് ഈ MDMA എന്ന് പറഞ്ഞാൽ. ഇതിങ്ങോട്ട് ഉപയോഗിച്ചാൽ ഇവർക്ക് എക്സ്ട്രാ ആക്റ്റീവാണ്. ചിലപ്പോൾ കല്യാണത്തിൽ രാത്രി ഇരുന്ന് കോഴി മൊത്തം ഇരുന്ന് വെട്ടും. ഒരു ബ്ലോക്കൊക്കെ ഉണ്ടായാലും നിമിഷ നേരം കൊണ്ട് ഇവരെന്ത് ചെയ്യും, ആ ബ്ലോക്ക് അങ്ങോട്ട് തീർക്കും. അല്ലെങ്കിൽ ഇവർക്ക് ഒരു കുട്ടി ഡൽഹിയിലാവുമ്പോൾ പഠിക്കുമായിരുന്നു, അവനിവിടെ ഈ ഡീഡിക്സ് സെൻ്ററിൽ വന്ന് അഡ്മിറ്റായി. ആ സമയത്ത് എന്ത് ചെയ്യാണ്, അവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില വാക്കുകളുണ്ട്, അവനക്ക് ഇത് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലോണം പഠിക്കാൻ പറ്റുള്ളൂ എന്നാ.
ഇതങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്നാലേ അവന് പഠിക്കാൻ കഴിയുള്ളൂ. അങ്ങനത്തെ. പക്ഷേ അതിൻ്റെ ഒക്കെ അനന്തരഫലം, അത് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തുണ്ടാവും, കുറച്ച് ഇത്തരം ഒരു എക്സ്ട്രാ ആക്റ്റീവ് ഉണ്ട്. പക്ഷെ ഇത് നിരന്തരം ഉപയോഗിച്ചാലോ അത് എത്തിച്ചേരുക മാരകമായ ഭീതിജനകമായ പല കാര്യങ്ങളിലേക്കുമാണ്. അവൻ്റെ കുടുംബം മൊത്തം നശിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ശരീരം തന്നെ ഒന്നടങ്കം ഇല്ലാതായിത്തീരുന്ന പല മാരകങ്ങളിലേക്കുമാണ് ഇത്തരം സാധനങ്ങൾ, MDMA പോലത്തെ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം എന്താണ്? ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്നുണ്ട്. പ്രവാചകൻ പറയാണ് കുല്ലു മുസ്കിരിൻ ഖംർ വ കുല്ലു ഖംറിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതൊക്കെ മദ്യമാണ്, എല്ലാ മദ്യവും ഹറാമാണ്. ചികിത്സക്ക് വേണ്ടി ലഹരി ഉപയോഗിക്കാൻ പറ്റുമെന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നഹാ ലൈസത് ബിദവാ വലാകിന്നഹി ദാ. ലഹരി എന്ന് പറഞ്ഞാൽ അത് എന്തല്ല എന്ന് അറിയോ? മരുന്നല്ല, പക്ഷെ അതെന്താണ്? രോഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊരാളും എന്ത് ചെയ്യരുത്, അത്തരം ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് ഉണ്ടാവാൻ പറ്റൂല. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, പ്രവാചകൻ എനിക്ക് വസിയത്ത് ചെയ്തു. എന്താ പ്രവാചകന്റെ വസിയത്ത് പറയും? പ്രിയപ്പെട്ടവരെ, വലാ തശ്രിബിൽ ഖംർ, നീ മദ്യപിക്കരുത്. കാരണം എന്താ? ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ. മദ്യപാനം, ലഹരി ഉപയോഗം, അത് സകല തിന്മകളുടെയും താക്കോലാണ്. ഒരു പക്ഷേ ഏതാനും മാസങ്ങൾക്കപ്പുറം ഒരു ഡോക്ടറുടെ കൊലപാതകം പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞവരാണ് ഞാനും നിങ്ങളും. എന്തേന് കാരണം? പ്രതി ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു എന്നാ. പല മക്കളും കൊല്ലപ്പെടാൻ കാരണം, പല ഭാര്യമാരും കൊല്ലപ്പെടാൻ കാരണം എന്തായിരുന്നു സഹോദരങ്ങളെ? പ്രതി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതാ. പ്രവാചകൻ പറയാ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ. സകല ലഹരി എന്താണ്? അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസർ വൽ അൻസ്വാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്വാൻ فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. അള്ളാന്റെ ഖുർആൻ പറയാണ്, ലഹരി, ചൂതാടുന്ന തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്താണ്? അത് റിജ്സും മിൻ അമലി ശൈത്വാൻ, ശൈത്വാനിന്റെ ഇഷ്ടപ്പെടുന്ന ശൈത്വാന്റെ പ്രവർത്തനവുമായി അത്തരം കാര്യങ്ങളാണെന്ത്? ലഹരിയും അത്തരം സംഭവങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫജ്തനിബൂഹു, നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അത് ശൈത്വാന്റെ മ്ലേച്ഛ വൃത്തിയാണ്. ഫജ്തനിബൂഹു, നിങ്ങൾ വിട്ടു നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനി സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. ശൈത്താൻ അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും പകയും അതോടൊപ്പം അള്ളാന്റെ ദിക്ർ നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാനാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? അള്ളാന്റെ ചോദ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരാളും എന്ത് ചെയ്യരുത്? അത്തരം ലഹരി ഉപയോഗിക്കരുത്. വീണ്ടും പ്രവാചകൻ പറയാണ്, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മുൽ ഫവാഹിഷ്, സകല തിന്മകളുടെയും മാതാവാണ്. വഅക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ്. മൻ ശരിബഹ, ആരെങ്കിലും അത് കുടിച്ചാൽ വഖഅ അലാ ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി. ഇമാം അൽബാനി ഹസനാക്കിയ ഹദീസ. ആരെങ്കിലും ഈ ലഹരി ഉപയോഗിച്ചാലുണ്ടല്ലോ, മദ്യപിച്ചാലുണ്ടല്ലോ, അവന്റെ മാതാവിനെയും അവന്റെ മാതൃ സഹോദരിയെയും അവന്റെ പിതൃ സഹോദരിയെയും വ്യഭിചരിച്ചവനെ പോലെയാണെന്ന് അള്ളാന്റെ ഖുർആന അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം. സകല തിന്മകളുടെയും മാതാവാണ്, അക്ബറുൽ കബായിറാണ്. ആരെങ്കിലും അത് ഉപയോഗിച്ചാൽ തൻ്റെ മാതാവിനെയും മാതൃ സഹോദരിയെയും പിതൃ സഹോദരിയെയും വ്യഭിചരിച്ചവനെ പോലെയാണ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അത്ര ഗൗരവമുള്ള വിഷയമാണ് ഇത് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് പ്രവാചകൻ പറയാ, ലാ യദ്ഖുലുൽ ജന്നത മന്നാനുൻ വലാ ആഖുൻ വാലിദൈഹി വലാ മുദ്മിനുൽ ഖംർ. ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറയുന്ന ആള്, മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന ആള്, സ്ഥിരം മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കൂല. നമ്മൾ ആലോചിച്ചോളൂ ഇതിനൊക്കെ ഗൗരവം എത്രത്തോളം. അതുകൊണ്ട് പ്രവാചകൻ പറയാ, ലഅനല്ലാഹുൽ ഖംറ വലഅന ശാരിബഹാ വസാഖിഹ എന്നുള്ള ഹദീസിൽ പ്രവാചകൻ പറയാണ്, ലഹരിയുമായി ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെടുന്നവൻ, അത് ഉണ്ടാക്കണവനായിക്കോട്ടെ, അത് ഉപയോഗിക്കണവനായിക്കോട്ടെ, അത് വിൽക്കുന്നവനായിക്കോട്ടെ, അത് വാങ്ങുന്നവനായിക്കോട്ടെ, അത് കൊണ്ടെടുക്കണവനായിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും നിലക്ക് ലഹരിയുമായ ഒരു വ്യക്തി ബന്ധപ്പെടുകയാണെങ്കിൽ ലഅനല്ലാ, അവൻ അള്ളാന്റെ ശാപുണ്ട്. ആര്? ലോകത്തിന്റെ ഗുരുമഹാനായ പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഹരിക്ക് ഇത്രയധികം ഗൗരവങ്ങളുണ്ട്. നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ അവരോടൊക്കെ അവരുടെ അനുഭവങ്ങൾ ചോദിച്ചാലേ
അവർ പലരും കരഞ്ഞു പോവും. ഒരു വ്യക്തി തൊട്ടുമുമ്പ് പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹം ഒരു മാന്യനായ മദ്യപാനിയായിരുന്നു. എന്താ മാന്യനായ മദ്യപാനി എന്ന് പറഞ്ഞാൽ? അദ്ദേഹം എപ്പോഴൊന്നും മദ്യപിക്കൂല. ഒരു മാസത്തിൽ വീട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട നല്ലൊരു വ്യക്തിയായിരുന്നു ആര്? അദ്ദേഹം. ഒരു മാസത്തിൽ ഒരു 3 ദിവസം അദ്ദേഹം എന്ത് ചെയ്യും? ടൂർ പോകും. ഈ ടൂർ പോകുന്ന വേളയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുക? ആകെ മദ്യപിക്കും. ഒരു തവണ അപ്പോൾ ടൂർ പോകുമ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം ഫോണൊക്കെ ഓഫാക്കി വെക്കും. കാരണം ആരെങ്കിലും ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു കള്ളുടിച്ചിട്ടുള്ള ചെറിയ വർത്തമാനം വന്നാൽ വീട്ടുകാർക്കൊക്കെ സംശയം അവരെന്ന് വെച്ചിട്ട് എന്താണ് ആ സമയത്ത് ഫോൺ അദ്ദേഹം ഓഫാക്കി വെക്കുന്ന. അദ്ദേഹം ടൂർ പോയി ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ വാപ്പക്ക് സീരിയസ് ആയി. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വിളിച്ചു, പക്ഷേ ബന്ധപ്പെടാൻ പറ്റണില്ല. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഇയാൾക്ക് ഒന്നുകൂടി കുറച്ചുകൂടി മൂഡ് ഓഫ് ആയി. അയാൾ കുറച്ചും കൂടി മദ്യപിച്ചു. തിരിച്ച് രാത്രി വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? വാപ്പക്ക് സീരിയസ് ആയിട്ട് വീട്ടിലൊക്കെ ആൾക്കാരുണ്ട്. ഇയാൾക്ക് തോന്നുന്നു ഇയാൾ മദ്യത്തിലാണ്. ഇയാൾ നേരെ വീട്ടിൽ കയറി റൂമിൽ കയറി നിന്നു. അങ്ങനെ ഇപ്പുറത്ത് വാപ്പക്ക് ആൾക്കാർ കലിമല്ലി കൊടുക്കുകയാണ്. ഇയാൾ ഇവിടെ ഉറക്കാനാവും കണ്ട് പാട്ട് കേടുക ഇപ്പുറത്ത് റൂമിൽ നിന്ന്. അങ്ങനെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാണ്? ഇയാൾ റൂം കുറ്റിയിട്ടു, ഉള്ളിന്ന് പുറത്തുനിന്ന് ഇയാൾ ഉള്ളിലാക്കിയിട്ട്. അങ്ങനെ അന്ന് രാത്രി പിതാവ് മരണപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ആൾക്കാരൊക്കെ ഒന്ന് ആലോചിക്കുകയാണ്. കാരണം എന്താ? ഉള്ള മകന് കള്ളുടിച്ച് കൂത്താടി പരിസരബോധമില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് മയ്യത്ത് കുളിപ്പിച്ചു. ബാക്കി കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാണ്? ഇയാളെ കുളിപ്പിക്കുകയാണ്. ഇയാളെ കുളിപ്പിച്ച് ഒരു പുതിയ വസ്ത്രമൊക്കെ ഇട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഇയാളങ്ങനെ. എന്നിട്ട് ഇദ്ദേഹം എപ്പോഴും കരയാണ്, നിങ്ങളാരും എന്നെപ്പോലെ ആകരുതെന്ന് പറഞ്ഞിട്ട്. കാരണം തൻ്റെ സ്വന്തം പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത ഹതഭാഗ്യവാനായ ഒരു മകനായി ഞാൻ മാറി തീർന്നുള്ള സങ്കടം അവർക്കുള്ളത്. അങ്ങനെ എത്രയെത്ര മക്കൾ എന്നറിയും. തൻ്റെ സ്വന്തം ഉമ്മ മരിച്ചിട്ട് അത് ഉമ്മ മരണപ്പെട്ടു എന്ന് പോലും 2-3 ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞ മക്കളുണ്ട്. ഇതൊക്കെയാണ് ലഹരി സമ്മാനിക്കണ ബാക്കി പത്രങ്ങൾ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത് അതീവ ഗൗരവകരമായ വിഷയമാണ്. ഞാൻ എവിടെയോ കേട്ടൊരു കോട്ടിംഗ് ഉണ്ട്, ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം. ലഹരി ഉപയോഗിച്ചാൽ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യുക? ആദ്യം തുടങ്ങുന്നത്. പലരും അങ്ങനെ ഒരു തുടങ്ങുക. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള മക്കൾക്ക് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇതെന്താണെന്ന് അറിയാനൊരാഗ്രഹം. ഈ സിനിമയിലൊക്കെ കാണുന്ന നടന്മാരും നടിമാരും ഇവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ? അതിന് പലരൊന്നും ലഹരി ഉപയോഗിക്കുന്നത്. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മറ്റു ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ഇന്ന് ലഹരി ഉപയോഗിക്കുന്നത്. കാരണം കൂടെ കളിക്കുന്നവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകെട്ട് മൊത്തം ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് മറ്റു ചില ആൾക്കാർ ലഹരി ഉപയോഗിക്കും. മറ്റുള്ളവർ അനുകരണമാണ്. സിനിമാ നടനും ഇവരൊക്കെ കാട്ടുന്ന ഒരു അനുകരണത്തിന് വേണ്ടി വേറെ ചില ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വഴികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് നമ്മളെ മക്കളെ പോലുള്ള ആൾക്കാർക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യണം? അകറ്റി നിർത്തണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾ പോലും ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട്. ന്യൂ ഹോപ്പിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ അവിടെ സ്ത്രീകൾക്ക് ഇപ്പോൾ സൗകര്യം ഇല്ലായിരുന്നു. അപ്പുറത്തൊരു വീട് വാടക എടുത്ത് സ്ത്രീകൾക്ക് സൗകര്യം തുടങ്ങി. ഇപ്പോൾ അവിടെ അഡ്മിറ്റിന് സ്ത്രീകൾ വരുന്നുണ്ട്. കുടുംബസമേതം ബാപ്പി മകളൊക്കെ നിൽക്കുക. കാരണം സ്ത്രീകളെ നമുക്ക് ഒറ്റയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ലഹരിക്ക് അടിമപ്പെടുന്ന പെൺകുട്ടികൾ. ഇതൊരു പക്ഷേ നമുക്ക് ഇങ്ങനെ ഈ ഇത്തരം ന്യൂസുകൾ കേൾക്കുമ്പോൾ എൻ്റെ മകൻ ഇതിനൊന്നും പെടുന്ന ചിന്താഗതിയാവും. പറയാൻ പറ്റില്ല. നാളത്തെ പത്രം എടുക്കുമ്പോൾ അതിൽ കഞ്ചാവ് പിടിച്ചതായിട്ട് നമ്മുടെ മകൻ്റെ പേര് വരാനും ഫോട്ടോ വരാനും എന്തില്ല, അധികം താമസമല്ല. ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനിയുണ്ട് ധാരാളം പറയാൻ ഇത്തരം വിഷയമായിട്ട്. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? ലഹരിൻ്റെ അനന്തരഫലം. ഒരു ചോദ്യം പ്രസക്തമാണ് ഇതൊക്കെ അങ്ങനെ പറയുമ്പോഴും. എന്താണ് ഇതിൻ്റെയൊക്കെ പരിഹാരം എന്ന്? സമൂഹത്തിൽ ലഹരി ഇങ്ങനെ വ്യാപിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ വീട്ടുപടിക്കൽ പോലും ഈ ലഹരി എത്തുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന സമയത്ത് എന്താണ് പരിഹാരം? പരിഹാരം ഒറ്റൊന്നേ ഉള്ളൂ. അതെന്തല്ല എന്നറിയോ? ഒരു മെഡിസിൻ അല്ല. ഇന്ന് വരെ ലഹരി പൂർണ്ണമായി നിർത്താൻ ഒരു മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല. ഒരു പക്ഷേ അതിൻ്റെ ഒരു ആസക്തി കുറക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ മെഡിസിൻ അങ്ങോട്ട് കുടിച്ചാൽ എന്ത് ചെയ്യും? പിന്നെ അവൻ പോയി കള്ളുടിച്ചാൽ അവൻ്റെ ജീവിതം മൊത്തം തൊലയണം, അല്ലെങ്കിൽ അവൻ്റെ ഛർദ്ദിച്ച് അവൻ മാരകമായ രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അല്ലാതെ ലഹരി ഉപയോഗം നിർത്തുന്ന മെഡിസിൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒരൊറ്റ മരുന്നേ അതിനുള്ളൂ. അതെന്താണെന്നറിയോ? ലോകത്തിൻ്റെ ഗുരുമഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തിൽ മുങ്ങിക്കൊളിച്ച തൻ്റെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. പ്രവാചകൻ കടന്നു വരുന്ന അറേബ്യ. ഒരു പക്ഷെ ഒരുപാട് നമ്മളൊക്കെ കേട്ട ഡാർക്ക് ഏജ്, WWW, വാർ, വൈൻ, വുമൺ. പെണ്ണിനും മദ്യത്തിനും യുദ്ധത്തിനും വേണ്ടി ജീവിച്ചൊരു വിഭാഗം ആൾക്കാരെന്നെ. അവരെ പ്രവാചകൻ കേവലം 23 വർഷം കൊണ്ട് എങ്ങനെ സംസ്കരിച്ചെടുത്തോ അത് മാത്രമേ എന്തുള്ളൂ? ലഹരി ഉപയോഗത്തിൽ നിന്നും പൂർണ്ണമായി മുക്തമാക്കാൻ നമുക്ക് പരിഹാരമുള്ളൂ. ആ ബോധം ആരാണ്? പടച്ചോൻ എന്നുള്ള ചിന്ത അങ്ങോട്ട് കൊടുക്കുക അല്ലേ? ആ കാലഘട്ടത്തിൽ ആൾക്കാർ പറഞ്ഞ വാക്കെന്തെന്ന് അറിയോ? ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? മുന്തിരി വള്ളിൻ്റെ അടിയിൽ മറ ചെയ്യണം എന്നാ. അതെന്തിനാ? ഞങ്ങളുടെ തലയോട്ടിക്ക് ആ മുന്തിരി വള്ളിയുടെ സത്ത ലഭിക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് വിശുദ്ധ ആയത്തിന് നേരത്തെ ആയത്തിന് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ ഞങ്ങൾ ഇതാ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? തൻ്റെ വീട്ടിലൊക്കെ ഉള്ള സ്റ്റോക്കുള്ള മദ്യം എന്ത് ചെയ്യാണ്? അവർ തച്ചുടക്കുകയാണ്. അതിലൂടെയൊക്കെ മദ്യത്തിൻ്റെ ചാലൊഴുകിയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. എങ്ങനെ അവർ മാറിയത്? അത് ഈ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധം അവരിലേക്ക് ഉണ്ടാകുമ്പോഴാണ്. അവരെ കൂടെ ഒരു പോലീസുകാരനെ വിട്ടുകൊടുത്താലും കൂടി എന്ത് ചെയ്യും? പോലീസുകാരൻ കാണാത്തപ്പം അവർ ലഹരി ഉപയോഗിക്കും. എന്നാൽ ഞാൻ എവിടെയായിരുന്നാലും എന്നെ കാണുന്ന റബ്ബുണ്ട് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ലഹരി ഉപയോഗിക്കാൻ പറ്റൂല. ഞാൻ എവിടെയായാലും എന്നെ നിരീക്ഷിക്കുന്ന, എൻ്റെ കണ്ണിന്റെ കട്ടുനോട്ടം മുതൽ മനുഷ്യ മനസ്സ് മന്ത്രിക്കുന്നത് പോലും അറിയുന്ന അള്ളാഹു എന്നെ നിരീക്ഷിക്കേണ്ടെന്നുള്ള ബോധം ഉണ്ടെങ്കിലേ പിന്നെ ഒരാൾക്ക് ലഹരി ഉപയോഗിക്കാൻ പറ്റൂല. ഈ ലോകത്ത് ഞാൻ ലഹരി ഉപയോഗിച്ചാൽ എൻ്റെ മാതാവിനെയും എൻ്റെ മാതൃ സഹോദരിയെയും എൻ്റെ പിതൃ സഹോദരിയെയും വ്യഭിചരിച്ച പോലെയാണെന്ന ബോധമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പിന്നെ ലഹരി ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താണ്? ഇത്തരം നമ്മുടെ മക്കളുടെ മനസ്സിൽ ഇത്തരം ഒരു ചിന്തയാണ്. പ്രവാചകൻ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, അത് അലങ്കാരമാണ് ദുനിയാവില്. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാലേ മൂന്നേ കാര്യം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? നിലക്ക് 3 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. എന്താ? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, അവർ കൊടുത്ത ജാരിയായ സദഖ, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, മറ്റു ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി ഞാനും കൊടുത്ത സദഖ ഉണ്ടല്ലോ, ഇത് നമ്മൾ മരിച്ചാൽ നമ്മളെ ഖബർക്ക് ഉണ്ടാവും. എത്ര ഉണ്ടെന്ന് നമ്മളൊക്കെ ആലോചിക്കുക. നമുക്ക് എത്ര ഉണ്ടെന്ന് നമ്മളൊക്കെ ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? പ്രവാചകൻ പറയാണെന്ത്? ഇൽമുൻ യുൻതഫഉ ബിഹി, അവൻ്റെ ഉപകാരപ്രദമായ അറിവാണ്. മൂന്നാമത്തെ കാര്യം എത്ര ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കാം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? വലദുൻ സാലിഹുൻ ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, മരണപ്പെട്ടു പോയ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി തുടിക്കുന്ന ഹൃദയത്തോടും നനയുന്ന കണ്ണീരോടും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളിൽ എത്ര മക്കളെ നമ്മളിന്ന് മരിച്ചാൽ, ഞാനിന്ന് മരിച്ചാൽ, നിങ്ങളിന്ന് മരിച്ചാൽ, നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനും നമുക്ക് കഫൻ ചെയ്യാനും നമ്മുടെ മയ്യത്തിന് മുമ്പിൽ വന്നിട്ട് അല്ലാഹുമ്മ ഗുഫിർ ലഹാ വർഹംഹാ, അല്ലാ ഈ കിടക്കുന്ന എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന എത്ര മക്കളുണ്ട് നമുക്ക് ആലോചിച്ചോളൂ. അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളെ മക്കളെ നമുക്ക് ഇത്തരം ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇത്തരം ലഹരിയിൽ അടിമപ്പെടാതിരിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞ പോയിന്റാണെന്ത്? അവർക്ക് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധം നൽകുക. അതിൽ നമുക്ക് ഇസ്ലാമിൽ ഉത്തമ മാതൃക ഉണ്ട്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹം തൻ്റെ മകനെ വിളിച്ച് പറഞ്ഞ വാക്കെന്താ? യാ ബുനയ്യ, അല്ലയെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹിൽ പങ്കു ചേർക്കരുത്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ടവരെ തൻ്റെ മകനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തുശ്രിക് ബില്ലാ, നീ ശിർക്ക് ചെയ്യരുത് എന്ന്. നമ്മളിൽ എത്ര പേര് നമ്മളെ മക്കളോട് എന്താണ് ശിർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തത്? ഇന്ന് പല മാതാപിതാക്കളും പറയുന്നൊരു വാക്കുണ്ട്, മക്കളെ കൊണ്ടുവന്നിട്ട് ഒളിച്ചോടി കൊടുത്തൊന്ന് പിടിച്ചു കൊണ്ടുവരാണ് സാർ, ഒന്ന് നന്നാക്കി തരും. എന്തിനാ ഒളിച്ചോടാൻ കാത്തുന്നതിന് മുമ്പില്ല ഇന്ന സമയം? ഇന്ന് പലരും പറയും ഒളിച്ചോടുത്തൊന്ന് പിടിച്ചുകൊണ്ടാണ് നന്നാക്കി തരുമെന്ന്, കൗൺസിൽ ചെയ്ത് തരുമെന്ന്. അതിന് മുമ്പ് കൊടുക്കണം. നമ്മുടെ രോഗം വരുന്നതിന് മുമ്പ് ചികിത്സിക്കണം എന്ന് പറഞ്ഞ പോലെ അതിന് മുമ്പ് അവർക്ക് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക. ആരാണ് അള്ളാഹ്? എന്താണ് തൗഹീദ്? എന്താണ് ശിർക്ക്? ലുഖ്മാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകനോട് പറഞ്ഞു, യാ ബുനയ്യ, അല്ലേ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, അല്ലയോ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, നീ ഉണ്ടല്ലോ ഒരു കടുക് മണിയുടെ തൂക്കമുള്ളതായിരുന്നാലും ഒരു കാര്യം നീ പ്രവർത്തിക്കുക, നടന്നത് ആകാശത്തോ ഭൂമിയിലോ പാറയിലോ എവിടെ കൊണ്ടുവച്ചാലും എന്ത് ചെയ്യും? യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അത് കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹും നഗ്നനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്നുള്ള ബോധം നമ്മളെ മക്കൾക്കുണ്ടെങ്കിൽ മക്കൾ വഴിപിഴക്കൂല. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, നീ എത്ര ലഹരി ഉപയോഗിച്ചിട്ട് അത് കണ്ണിൽ തുള്ളി ഇട്ടിച്ച്, കണ്ണിൽ ഐഡ്രോപ്സ് ഇട്ടിച്ച് കണ്ണിൻ്റെ ചോപ്പ് മായിച്ചു വന്നാലും, അല്ലെങ്കിൽ സെൻറ്റർ ഫ്രഷ് ഉപയോഗിച്ച് വായിലെ മണം മാറ്റി വന്നാലും, മോനെ യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങൾ മുമ്പ് നിനക്ക് മറച്ചു വെക്കാൻ പറ്റുള്ളൂ, അള്ളാഹിൻ്റെ മുമ്പ് മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് മക്കൾ വഴിവിഴക്കൂല. അതുകൊണ്ട് ഒരു മാതാവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
നമ്മളിൽ എത്ര പേര് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ? മക്കളെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ, നാളെ നമ്മുടെ മകൻ്റെ ഫോട്ടോ ഒരു ലഹരി മാഫിയയുടെ പേരിൽ പത്രത്തിൽ വരാതിരിക്കാൻ, അത്തരം അപമാനം നമ്മളില്ലാതെ നമ്മൾ ചെയ്യേണ്ട ഒരു രണ്ടാമത്തെ കാര്യമാണെന്ത്? മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്? ഒരു പക്ഷേ അവർ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എന്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പഠിച്ചോനെ എക്സാം എളുപ്പാക്കി കൊടുക്കണേ, നല്ല ജോലി ഇട്ടണേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ മക്കൾ നല്ലൊരു മകനാകണേ എന്ന് നമ്മൾ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഉണ്ട്. അദ്ദേഹം എന്താ പറയുന്നത് അറിയോ? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബനി വബനിയ അൻ നഅബുദൽ അസ്നാം. പടച്ച റബ്ബ്, എൻ്റെ മക്കൾ ഇനി എന്ത് ചെയ്യണേ? വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താൻ, അകറ്റി നിർത്തണേ. ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും ഇബ്രാഹിം നബി പറയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുരിയത്തി. പടച്ചോനെ, എൻ്റെ മക്കളെ നീ ഇനി എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന. ഇബാദുർ റഹ്മാൻ അവരുടെ ക്വാളിറ്റിയെ അല്ലാഹു തആല പറഞ്ഞ കാര്യം എന്താ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. അവരെന്ത് ചെയ്യും? പടച്ചോനെ, ഞങ്ങളുടെ ഇണകളിലും മക്കളിലും കൺകുളിർമ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്നു. ആര്? ഇബാദുർ റഹ്മാന്റെ ക്വാളിറ്റിയുള്ള ആൾക്കാരെ. നമ്മൾ ആലോചിച്ചോളി, നമ്മളിൽ എത്ര പേര് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? ഹറമിൽ ഇന്നും ഇമാമാണ് സുദൈസി. ഇതിന് ചരിത്രം നമുക്ക് കേട്ടതായിരിക്കാം ഒരു പക്ഷേ. തൻ്റെ മകന് സുദൈസി തൻ്റെ ഉമ്മ എന്ത് ചെയ്യാണ്? അതിഥികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഭക്ഷണത്തിൽ മകൻ മണ്ണ് വാരിട്ടപ്പം ആ അമ്മ അവിടുന്ന് പ്രാർത്ഥിക്കണെന്ത്? എൻ്റെ മകനെ നീ ഹറമിലെ ഇമാമാക്കണേ എന്നും അദ്ദേഹം ഹറമിലെ ഇമാമ. പ്രവാചകൻ പറഞ്ഞു, ഒരു മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്നുള്ളത്. അനുകൂലമായി പ്രാർത്ഥിച്ചാലും പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും അത് മക്കൾക്ക് കിട്ടുന്ന ജുറൈജിന്റെ കഥ നമുക്കൊക്കെ അറിയാം. പ്രതികൂലമായി മാതാവിന്റെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ആത്മാർത്ഥമായി, മഹാൻ ഇമാം ബുഖാരി റഹ്മഹുല്ലാ, ഇതിന് ചരിത്രമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാ. ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. എന്നിട്ട് വൈദ്യശാസ്ത്രം പറഞ്ഞു കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടൂല. ഇതിന് സീറ വായിക്കുമ്പോൾ കാണാൻ പറ്റി, തൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇമാം ബുഖാരിക്ക് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്. നമ്മൾ ആലോചിച്ചോളി, ഒരു ഉമ്മയും ബാപ്പയും മകനും മകൾക്കും വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും പടച്ച റബ്ബ് അത് സ്വീകരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ മക്കളോട് കരുണയും ആർദ്രതയും നമ്മൾ കാണിക്കാൻ കഴിയണം. നമുക്ക് മക്കളുടെ ഒരു സ്നേഹത്തിലൊക്കെ പെരുമാറുക. വാപ്പ എന്ന് പറയുമ്പോൾ എന്തിനും ഏതിനും ചൂടാകുന്നൊരു രൂപമായിക്കൊണ്ടല്ല മക്കൾ കാണേണ്ടത്. സ്നേഹമുള്ള പിതാക്കളായി തീരാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഞാനൊരു വ്യക്തിനോട് സംസാരിക്കുകയാണ്, ഒരു ചെറിയ മോനാ, അന്ന് 19 വയസ്സോനുള്ളൂ. അവനോട് സംസാരിച്ചു. അവൻ ആദ്യം ചെറിയ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ്, ഒരു ചെറിയ ലഹരിക്ക് മാത്രം അടിമപ്പെട്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ വലിയ ലഹരിയിലേക്ക് എത്തിയത്? അവൻ ഈ ചെറിയ ലഹരി ഉപയോഗിക്കുന്ന വിവരം എന്ത് ചെയ്തു? അവൻ്റെ ഉപ്പ അറിഞ്ഞു. ഉപ്പ അറിഞ്ഞപ്പോൾ ഉപ്പ അവനോട് മുണ്ടാതായി. ഇവൻ്റെ ടെൻഷൻ അധികമായി. കാരണം എന്താ? വീട്ടിൽ ചെന്നാൽ വാപ്പനോട് മുണ്ടുന്നില്ല, വാപ്പ കണ്ടാൽ മൈൻഡ് ചെയ്യണില്ല. അങ്ങനെ ഇവനെന്ത് ചെയ്യാണ്? ടെൻഷനായി. ഇപ്പം എന്താ ആരോടാ പറയാ? വാപ്പനോട് പറയാൻ പറ്റുമോ? ഇല്ല. വീട്ടിൽ പറയാൻ പറ്റില്ല. ഇവൻ്റെ ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞു, എന്ത് വീട്ടിൽ പോയിട്ട് വാപ്പ മുണ്ടണില്ല. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? ഈ ലഹരി ഉപയോഗിച്ച് എൻ്റെ ടെൻഷൻ മാറുന്നതാണ്. അവനെ ലഹരി ഉപയോഗിച്ചു. മാരകമായ ലഹരി അടിമപ്പെടുന്നത് അവനോട് ഒന്ന് അഡ്മിറ്റ് ആവുക. അൽഹംദുലില്ലാഹ് ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നിലനിർത്തി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റം അത് ലയ്യനായിരിക്കണം, നല്ല സൗമ്യമുള്ള പെരുമാറ്റമായിരിക്കണം. എന്തിനും ഏതിനും ചൂടാകുന്ന വാപ്പയാകരുത്, ഉമ്മയാകരുത്. നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ ഓപ്പണായാൽ അവർ നമ്മളോട് പറയേണ്ടതെല്ലാം പറയും. അവർക്ക് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം സ്കൂളിലോ കലാലയങ്ങളിലോ ഉണ്ടായാലേ അത് നമ്മളോട് വന്ന് പറയും. ഇല്ലെങ്കിലോ നമ്മളിങ്ങനെ ഒന്നും പറയാൻ രണ്ടാമത്തെ തന്നെ ചൂടാകുന്ന കയർത്ത് സംസാരിക്കുന്ന അമ്മയും ബാപ്പിയാണെങ്കിലോ അവരൊന്നും പറയില്ല. അവരത് ആരോട് പറയും? അത് പറയാൻ അവർ പലരെയും കണ്ടെത്തും. അത് പിന്നെ അവിഹിതങ്ങളിലേക്ക് മറ്റും വഴിവെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളോട് നമ്മൾ എന്ത് ചെയ്യണം? കരുണയുള്ളവരായിരിക്കണം. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പേരമക്കളെ ചുംബിക്കുക. ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തറിയോ? ഒരു അറാബി പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്നും ഒരാളെ പോലും ചുംബിച്ചിട്ടില്ല. പ്രവാചകൻ പറഞ്ഞ വാക്കാണ് പ്രിയപ്പെട്ടവരെ. ഇത് ആര് കാരുണ്യം കാണിക്കുന്നില്ലയോ അവനോട് അല്ലാഹു തആല കാരുണ്യം കാണിക്കൂല. മക്കളെ ചുംബിക്കുക എന്നുള്ളത് എന്താണ് അറിയോ? കാരുണ്യത്തിൻ്റെ ഭാഗം. നമ്മളിൽ എത്ര പേര് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ ചുംബിക്കുന്നുണ്ട്? നാം ആലോചിച്ചോളി. നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ മക്കളെ ചുംബിക്കാൻ സാധിക്കുന്നുണ്ട്? ആ ചുംബനെ നമ്മുടെ മക്കൾക്ക് പല തിന്മകളിലും അകപ്പെടാതിരിക്കാനുള്ള പരിചയമാണ്.
നമ്മൾ നമ്മുടെ മകനെ ചുംബിക്കുന്നുണ്ടെങ്കിൽ അവന് ലഹരി ഉപയോഗിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റില്ല രാത്രി. അതുകൊണ്ട് അത് പ്രവാചകൻ സുന്നത്തുമാണ്. എന്ത് ചെയ്യണം? നമ്മളത് പ്രവാചകനെ മാതൃകങ്ങൾ മക്കളോട് കരുണ കാണിക്കുന്ന വേളയിൽ, പ്രവാചകൻ മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ തൻ്റെ പേരക്കുട്ടികൾ വന്നപ്പോൾ എന്ത് ചെയ്യാണ്? മിമ്പറും വന്ന് ഇറങ്ങിയിട്ട് മക്കളെടുത്തിട്ട് ഉമ്മ വെച്ചിട്ട് പ്രവാചകൻ ബാക്കി ഖുത്ബ പറയാം. നിസ്കരിക്കണ വേളയിൽ പോലും മക്കൾ പ്രവാചകനോടൊപ്പം ആന കളിക്കുമായിരുന്നു എന്ന അത്രയ്ക്ക് കാരുണ്യമുള്ള വ്യക്തിയാണ് ആര്? മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘിച്ച് നിസ്കരിക്കണം എന്ന് വിചാരിച്ച നിസ്കാരം പോലും കുട്ടികളുടെ കരച്ചിൽ മൂലം പ്രവാചകൻ ചുരുക്കുകയാണ്. അത്രയ്ക്ക് കാരുണ്യം ആർക്കുണ്ട്? റസൂലിന് മക്കളോട്. അതുകൊണ്ട് നമ്മുടെ മക്കളോട് എന്തിനും ഏതിനും കയർക്കുന്ന ഒരു വാപ്പയായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? മാറാൻ പറ്റൂല. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഉത്തമ മാതൃകകളായി തീരണം. ഒരു നല്ല വാപ്പയായി, ഒരു നല്ല ഉമ്മയായി നമ്മൾ മാറണം. 5 വക്തിനും പള്ളിക്ക് പോകുന്ന ഒരു വാപ്പാണ് നമ്മൾ നിസ്കരിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പള്ളിക്കൊന്നും വരാതെ എന്ത് ചെയ്യരുത്? മക്കളോട് പറഞ്ഞാൽ മക്കൾ കേൾക്കൂല. രാവിലെ തഹജ്ജുദിന് നമ്മൾ എണീക്കുക, സുബൈ ആ സമയത്ത് മകനെ വിളിച്ചുണർത്തുക, എന്നിട്ട് പള്ളിക്ക് കൊണ്ടുവരാൻ പറ്റണം നമുക്ക്. അവിടെയാണ് നമ്മുടെ വിജയം. മക്കൾക്ക് പ്രിയപ്പെട്ടവരെ ഉത്തമ മാതൃകളായി നമ്മൾ തീരണം എല്ലാ ഏരിയയിലും. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അണ്ടറിലുള്ള, നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളായി തീർക്കാൻ സഹോദരന്മാരെ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് വാപ്പ നിസ്കരിക്കാതെ മകൻ നിസ്കരിക്കൂല. എമ്മങ്ങനെ തട്ടൊന്നും മര്യാദക്കിടാതെ മകളോട് തട്ടിട് പർദ്ദയിട് പറഞ്ഞാൽ മകൾ ഇടൂല. ആദ്യം എന്ത് ചെയ്യണം? ഇസ്ലാമിക വേഷത്തിലേക്ക് വരണം. എന്നിട്ട് മകളോട് പറയാം, മോളെ ഇസ്ലാമിക വേഷം അത് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ എന്തിനും ഏതിനും കയർത്തും ചൂടായും സംസാരിക്കുന്ന മക്കളായി മാതാപിതാക്കളായി എന്ത് ചെയ്യരുത്? നമ്മളൊരിക്കലും മാറാൻ പറ്റില്ല. അതോടൊപ്പം മക്കൾക്ക് തുല്യത കാണിക്കണം. പ്രവാചകന്റെ സുന്നത്താണത്. പ്രവാചകൻ്റെ അടുത്ത് ഒരു വ്യക്തി എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു മകന് ഒരു അടിമയെ കൊടുത്തു പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, എല്ലാവർക്കും കൊടുത്തു വെച്ചു. ഇല്ല, അല്ലെങ്കിൽ അതിനെ മടക്കി വാങ്ങുക. അദ്ദേഹം പറയാണ്, പ്രവാചകൻ പറയാണ് അദ്ദേഹത്തോട്, ഫത്തഖുല്ലാഹ വഅദ്ലു ബൈന ഔലാദിക്കും, അള്ളാനെ ഭയപ്പെട്ടോ, മക്കളിൽ നിന്ന് നീതി പാലിച്ചോ. അതുകൊണ്ട് മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അതോടൊപ്പം നമ്മുടെ വീട് അതൊരു ഇസ്ലാമിക അന്തരീക്ഷമായി മാറണം. ഇതൊക്കെ പടച്ചപ്പോൾ നമുക്ക് ലഹരി പിന്മാറാൻ നമുക്കുള്ള മാർഗങ്ങൾ അതൊക്കെ. വീടൊരു ഇസ്ലാമിക അന്തരീക്ഷമായി മാറുക. രാവിലെ എല്ലാവരും നേരത്തെ എണീക്കുക. പ്രത്യേകിച്ച് റമദാനായപ്പോൾ നമ്മളൊക്കെ എണീക്കുന്നുണ്ടല്ലോ. എന്നിട്ട് സുബൈക്ക് ആണുങ്ങളൊക്കെ പ്രത്യേകിച്ച് പള്ളിയിലേക്ക് പോവുക. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉമ്മയും മകളൊക്കെ ജമാഅത്തെ നിസ്കരിക്കുക. രാത്രിയിലെ മൊബൈൽ ഉപയോഗം പ്രിയപ്പെട്ടവരെ ഒഴിവാക്കണം. ഭക്ഷണം കഴിക്കുന്ന വേളയിൽ പോലും ഒക്കെ സുന്നത്ത് നമ്മൾ പാലിക്കുക. ആർക്കാ അറിയാത്തത്? വലതേ കൊണ്ട് തിന്നണം കുടിക്കണം, അതുപോലെ ഇരുന്ന് കുടിക്കണം എന്നൊന്നും ആർക്കാ അറിയാത്തത്? പ്ലേറ്റ് മൊത്തം ക്ലീൻ ആക്കണം എന്നൊക്കെ ആർക്കാ അറിയാത്തത്? അതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇസ്ലാമിക ചിട്ടവട്ടത്തോട് കൂടിയിട്ട് നമ്മുടെ കുടുംബാന്തരീക്ഷം മൊത്തത്തിൽ മാറ്റുക. ഇതൊക്കെയാണെന്ത് പ്രിയപ്പെട്ടവരെ ലഹരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള നമ്മുടെ മാർഗങ്ങൾ. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ ലഹരി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിഭയാനകരമാണ്. ഒന്നതിൻ്റെ നമ്മുടെ പാരത്രിക ലോകം എന്ത് ചെയ്യും? പൂർണ്ണമായി കൊണ്ട് നഷ്ടപ്പെടും. അതോടൊപ്പം നമ്മുടെ ദുനിയാവ് എന്ത് ചെയ്യും? നമുക്കില്ലാതെയായിത്തീരും. മക്കൾ വെറുക്കുന്ന മാതാപിതാക്കളായിക്കൊണ്ട്, ഭാര്യ വെറുക്കുന്ന ഭർത്താവായിക്കൊണ്ട്, അല്ലെങ്കിൽ മക്കൾ വെറുക്കുന്ന മാതാപിതാക്കളായിക്കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇത്തരം ലഹരി ഉപയോഗം നമ്മൾ മാറ്റി തീർക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ലഹരി ഉപയോഗത്തിൽ നമ്മൾ പൂർണ്ണമായി രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇതൊന്നറിയാത്ത ആൾക്കാരുണ്ട്, ലഹരിക്കൊന്നും അടിമപ്പെട്ടവർ. അവരതിൽ നിന്ന് മോചിപ്പിക്കാൻ ഇത്തരം തൗഹീദ് കിട്ടിയ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നാം ഓരോരുത്തരും ചെയ്യുന്ന തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഹാദാ മാ ഇൻദി വല്ലാഹു അലം ബിസ്സവാബ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.